പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം, ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 25. പ്രധാന വാർത്തകൾ. അൽ ഇർഷാദ് കമ്പ്യൂട്ടർ ഗ്രൂപ്പിന്റെ ഏറ്റവും പുതിയ ശാഖ ഒമാനിലെ റൂവിയിൽ പാണക്കാട് മുനവ്വർ അലി ശിഹാബ് തങ്ങളും അൽ ഇർഷാദ് ഗ്രൂപ്പ് ചെയർമാൻ യൂനുസ് ഹസനും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. അതിനൂതനവും ആധുനിക സാങ്കേതിക വിദ്യയ്ക്കനുസരിച്ചുമുള്ള എല്ലാവിധ കമ്പ്യൂട്ടർ ഉൽപ്പന്നങ്ങളുടെയും വിശാലമായ ഷോറൂമിൽ HP, ഡെൽ, ലെനോവോ, ഏസർ, ആസൂസ് എന്നീ ബ്രാൻഡുകളുടേതുൾപ്പെടെ ലോകത്തിലെ എല്ലാ മുൻനിര നിർമ്മാതാക്കളുടെയും ലാപ്ടോപ്പുകളും ഓൾ ഇൻ വൺ കമ്പ്യൂട്ടറുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. കൂടാതെ D-Link, TP-Link, സിസ്കോ, വാവേ തുടങ്ങിയ വിവിധങ്ങളായ നെറ്റ്വർക്ക് സംബന്ധമായ ഉൽപ്പന്നങ്ങളും ഗെയിമിംഗ് സെക്ടറുകൾക്കാവശ്യമായ നൂതനമായ ഗ്രാഫിക് കാർഡുകളും മെമ്മറി മൊഡ്യൂളുകളും ഹാർഡ് ഡിസ്ക് മുതൽ ഡാറ്റ ബാക്കപ്പ് ആവശ്യങ്ങൾ നൽകുന്ന ടേപ്പ് ഡ്രൈവറുകളും NAS ഡ്രൈവുകളും വരെ വിവിധങ്ങളായ IT ഉൽപ്പന്നങ്ങളുടെ വൻ ശേഖരം തന്നെ പുതിയ ഷോറൂമിൽ ലഭ്യമാണ്. റിയാലിന്റെ വിനിമയ നിരക്ക് കുറഞ്ഞ് ഒരു റിയാലിന് 215 രൂപ 50 പൈസ നിരക്കിലെത്തി. ഇത് 2 മാസത്തിനുള്ളിലെ ഏറ്റവും കുറഞ്ഞ നിരക്കാണ്. സമാനമായ വിനിമയ നിരക്ക് കഴിഞ്ഞ മാർച്ച് 21-നാണുണ്ടായത്. പിന്നീട് നിരക്ക് വർദ്ധിക്കുകയും ഒരു റിയാലിന് 217 രൂപയുടെ അടുത്തെത്തുകയുമായിരുന്നു. കഴിഞ്ഞ മാസം 17-നാണ് വിനിമയ നിരക്ക് റിയാലിന് 217 രൂപയ്ക്ക് അടുത്തെത്തിയത്. പിന്നീട് ഉയർന്നും താഴ്ന്നും 216 രൂപ മുതൽ 217 രൂപയ്ക്കുമിടയിൽ നിൽക്കുകയായിരുന്നു. ബുധനാഴ്ച മുതലാണ് കുത്തനെ താഴാൻ തുടങ്ങിയത്. ചൊവ്വാഴ്ച ഒരു റിയാലിന് 216 രൂപ 60 പൈസയാണ് ഒമാനിലെ വിനിമയ സ്ഥാപനങ്ങൾ നൽകിയിരുന്നത്. ബുധനാഴ്ച 216 രൂപ 10 പൈസയായി കുറഞ്ഞു. വ്യാഴാഴ്ച 215 രൂപ 75 പൈസയായും വെള്ളിയാഴ്ച 215 രൂപ 50 പൈസയായും താഴ്ന്നു. 5 മാസത്തിനുള്ളിൽ ആദ്യമായാണ് ഒരാഴ്ചയിൽ വിനിമയ നിരക്ക് ഇത്രയും കുറയുന്നത്. ഡോളറിനെ അപേക്ഷിച്ച് ഇന്ത്യൻ രൂപ ശക്തി പ്രാപിക്കുന്നതാണ് റിയാലിന്റെ വിനിമയ നിരക്ക് കുറയാൻ പ്രധാന കാരണം. ഒരു ഡോളറിന് 83 രൂപയാണ് വെള്ളിയാഴ്ചത്തെ വില. ഇന്ത്യൻ രൂപ 0.2% വർധനയാണ് കാണിക്കുന്നത്. ഡോളർ ശക്തി പ്രാപിക്കുമ്പോഴും ഇന്ത്യയിലേക്ക് അമേരിക്കൻ ഡോളർ ഒഴുകുന്നതാണ് ഇന്ത്യൻ രൂപ ശക്തിപ്പെടാൻ പ്രധാന കാരണം. വ്യാജ നോട്ട് ഉപയോഗിച്ച് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിയ സംഭവത്തിൽ പ്രവാസി വനിത അറസ്റ്റിൽ. ഏഷ്യൻ പൗരയെയാണ് മസ്കത്ത് ഗവർണറേറ്റ് പോലീസ് കമാൻഡ് പിടികൂടിയത്. അറബ് രാജ്യങ്ങളിലൊന്നിൽപ്പെട്ട കറൻസികൾ ഉപയോഗിച്ചായിരുന്നു സ്ത്രീ ജീവനക്കാരനെ പറ്റിച്ചത്. നിയമ നടപടികൾ പൂർത്തീകരിച്ചു വരികയാണെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. വാങ്ങിയ ആഭരണങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു. ഇൻകാസ് ഇബ്രി കുടുംബസംഗമവും അംഗത്വ കാർഡ് വിതരണവും നടത്തി. പുതുതായി അംഗത്വമെടുത്തവരുടെ 2ാം ഘട്ട മെമ്പർഷിപ്പ് കാർഡ് ഇൻകാസ് സെൻട്രൽ കമ്മിറ്റി മെമ്പർ EM ഷബീർ വിതരണം ചെയ്തു. ഇൻകാസ് പ്രസിഡന്റ് TS ഡാനിയലിന്റെ അധ്യക്ഷതയിൽ നടന്ന കുടുംബസംഗമത്തിൽ 100ഓളം കുടുംബാംഗങ്ങൾ പങ്കെടുത്തു. ഫാമിലി ക്വിസ് മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണം വൈസ് പ്രസിഡന്റ് അൻസാരി ആറ്റിങ്ങൽ നിർവഹിച്ചു. കുടുംബസംഗമത്തിൽ പ്രധാനമായും ഇൻകാസ് ട്രഷറർ മുരളി, മെമ്പർ സന്തോഷ് തോമസ് എന്നിവർക്കുള്ള യാത്രയയപ്പായിരുന്നു. ഇരുവർക്കും OICC ഇൻകാസ് ഗ്ലോബൽ ചെയർമാൻ കുമ്പളത്ത് ശങ്കരപ്പിള്ള, സീനിയർ നേതാവ് NO ഉമ്മൻ, ഇൻകാസ് ഇബ്രി വൈസ് പ്രസിഡന്റ് രാജശേഖരൻ ചേർത്തല എന്നിവർ ഫോൺ സന്ദേശത്തിലൂടെ ആശംസകൾ അറിയിച്ചു. ജനറൽ സെക്രട്ടറി ഷിഹാബ് സ്വാഗതം പറഞ്ഞു. കലാപരിപാടികൾ ഇൻകാസ് സഹയാത്രികൻ നിസാർ ഏകോപിപ്പിച്ചു. മസ്കത്ത് ഗവർണറേറ്റിലെ സീബ് വിലായത്തിൽ ഫാമിന് തീപിടിച്ചു. ആളപായമില്ല. വെള്ളിയാഴ്ച ഉച്ചയോടെ മാബില ഏരിയയിലായിരുന്നു സംഭവം. സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റിയിലെ അംഗങ്ങളെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. കനത്ത നാശനഷ്ടമാണ് കണക്കാക്കുന്നത്. തീപിടുത്തത്തിന്റെ കാരണത്തെക്കുറിച്ച് ഇതുവരെ അറിവായിട്ടില്ല. ബാങ്കിംഗ് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനെന്ന് പറഞ്ഞ് വിളിച്ചയാൾക്ക് OTP ഷെയർ ചെയ്തതോടെ യുവതിയുടെ അക്കൗണ്ടിൽ നിന്ന് നഷ്ടമായത് 10,000 റിയാൽ. തട്ടിപ്പ് നടത്തിയയാളെ ദാഹിറ ഗവർണറേറ്റ് പോലീസ് കമാൻഡ് അറസ്റ്റ് ചെയ്തു. ഏഷ്യൻ പൗരനായ വ്യക്തിയാണ്. ബാങ്ക് ഉദ്യോഗസ്ഥനാണെന്നും അക്കൗണ്ട് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനാണെന്നും പറഞ്ഞ് യുവതിയെ വിളിച്ച് തട്ടിപ്പ് നടത്തിയത്. ഇയാളുടെ ഔദ്യോഗിക ഭാഷ്യത്തോടെയുള്ള സംസാരത്തിൽ സംശയമൊന്നും തോന്നാത്തതിനാൽ യുവതി OTP കൈമാറുകയായിരുന്നു. ഉടൻ തന്നെ അക്കൗണ്ടിൽ നിന്ന് പണം നഷ്ടപ്പെട്ടപ്പോഴാണ് തട്ടിപ്പിനിരയായതെന്ന് മനസ്സിലായത്.
ഓൺലൈൻ ബാങ്കിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന തട്ടിപ്പിനെക്കുറിച്ച് റോയൽ ഒമാൻ പോലീസും ബാങ്കിംഗ് അധികൃതരും ദിനേന ബോധവൽക്കരണം നടത്തുന്നുണ്ടെങ്കിലും ഇത്തരം സംഘത്തിന്റെ വലയിൽ പലരും അകപ്പെട്ടു പോകുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. ബാങ്കിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട് വിളിക്കുന്ന അജ്ഞാതർക്ക് കാർഡ് വിവരങ്ങൾ കൈമാറരുതെന്ന് റോയൽ ഒമാൻ പോലീസ് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. സ്വദേശികൾക്കും വിദേശികൾക്കുമായി നൽകിയ നിർദ്ദേശങ്ങളിലാണ് ബാങ്ക് കാർഡിന്റെ വിശദാംശങ്ങൾ, CVV കോഡ്, OTP എന്നിവ കൈമാറരുതെന്ന് ആരോപി നിർദ്ദേശിച്ചിരിക്കുന്നത്. വ്യക്തിഗത ബാങ്ക് അക്കൗണ്ട്, ഡെബിറ്റ്, ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ, OTP തുടങ്ങിയവ ആവശ്യപ്പെടുന്ന ഫോൺ കോളുകളെയും മെസ്സേജുകളെയും കുറിച്ച് ജാഗ്രത തുടരണമെന്നാണ് ബാങ്കിംഗ് മേഖലയിലുള്ളവർ പറയുന്നത്. വിവരങ്ങൾ പങ്കുവെച്ചു കഴിഞ്ഞാൽ അക്കൗണ്ടിൽ നിന്ന് പണം തട്ടുന്ന രീതിയാണ് വ്യാപകമായി നടക്കുന്നത്. എന്നാൽ ഓൺലൈനിലൂടെ സാധനങ്ങൾ വാങ്ങുന്നതിനും തട്ടിപ്പു സംഘം ഇത്തരം രീതി ഉപയോഗിക്കുന്നുണ്ട്. ഫോൺ കോൾ, ടെക്സ്റ്റ് മെസ്സേജ്, സോഷ്യൽ മീഡിയ എന്നിവയിലൂടെ ബാങ്കുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറാതിരിക്കുക എന്നതു തന്നെയാണ് ഇത്തരം തട്ടിപ്പു രീതികളെ പ്രതിരോധിക്കാനുള്ള മികച്ച മാർഗം. ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന സ്ത്രീയെയും കുട്ടിയെയും ഹെലികോപ്റ്ററിൽ ആശുപത്രിയിലെത്തിച്ച് ഒമാൻ റോയൽ എയർഫോഴ്സ്. മുസന്തം ഗവർണറേറ്റിലെ കസബിൽ നിന്ന് മസ്കത്തിലെ റോയൽ ആശുപത്രിയിലേക്കാണ് ഇരുവരെയും എയർലിഫ്റ്റ് ചെയ്തത്. ആവശ്യമായ ചികിത്സകൾ ലഭ്യമാക്കിയെന്ന് അധികൃതർ അറിയിച്ചു. അനധികൃതമായി പ്രവർത്തിക്കുന്ന അറവുശാലയിൽ പരിശോധനയുമായി അധികൃതർ. വടക്കൻ ഷർക്കിയ മുനിസിപ്പാലിറ്റിയുടെ ആരോഗ്യകാര്യ വകുപ്പും അൽഖാബിലിലെ മുനിസിപ്പാലിറ്റി ഡിപ്പാർട്ട്മെന്റും ചേർന്നായിരുന്നു പരിശോധന. 3 തൊഴിലാളികളെ അറസ്റ്റ് ചെയ്തു. നിയമ നടപടികൾ പൂർത്തിയാക്കി വരികയാണെന്ന് അധികൃതർ അറിയിച്ചു. പക്ഷാഘാതം വന്ന് വെന്റിലേറ്ററിൽ കഴിഞ്ഞിരുന്ന മലപ്പുറം സ്വദേശിയായ യുവതി തുടർ ചികിത്സയ്ക്കായി നാടണഞ്ഞു. തിരൂരുകാരിയായ 22-കാരി മുബിൻ ആണ് കഴിഞ്ഞ ദിവസം രാത്രി ഒമാൻ എയറിൽ മസ്കത്ത് വഴി വെന്റിലേറ്റർ സഹായത്തോടെ നാട്ടിലെത്തിച്ചത്. ഒരുപാട് സ്വപ്നങ്ങളുമായി ഏതാനും മാസം മുമ്പാണ് സലാലയിലുള്ള വയനാട് സ്വദേശിയായ ഭർത്താവ് മുഹമ്മദ് നൌസിന്റെ അടുത്തേക്ക് മുബിൻ വന്നത്. എന്നാൽ കഴിഞ്ഞയാഴ്ച അനുഭവപ്പെട്ട തലവേദനയും ഛർദിയും ഇവരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുകയായിരുന്നു. സുൽത്താൻ ഖാബൂസ് ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ പക്ഷാഘാതം ഗുരുതരമാണെന്ന് മനസ്സിലാക്കുകയും തലയ്ക്ക് അടിയന്തര ശസ്ത്രക്രിയ നടത്തേണ്ടിയും വന്നു. എല്ലാം കഴിഞ്ഞപ്പോൾ രോഗി വെന്റിലേറ്ററിലുമായി. ഓരോ ദിവസവും ആശുപത്രി ബിൽ കുതിച്ചുയർന്നുകൊണ്ടിരുന്നു. ഇതിനിടെ ചെറിയ പുരോഗതി കണ്ടപ്പോൾ നാട്ടിൽ കൊണ്ടുപോയി തുടർ ചികിത്സ ചെയ്യുന്നതാണ് നല്ലതെന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുകയായിരുന്നു. KMCC സലാല 40ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഫുട്ബോൾ ടൂർണമെന്റിൽ സാപ്പിൾ FC ജേതാക്കളായി. ഫൈനലിൽ SFC സലാലയെ പരാജയപ്പെടുത്തിയത്. ഡാനിഷിനെ മികച്ച കളിക്കാരനായും ഫഹീമിനെ മികച്ച ഗോളിയായും തിരഞ്ഞെടുത്തു. ഗൾഫ് സ്റ്റേഡിയത്തിൽ നടന്ന മലപ്പുറം കപ്പ് സീസൺ 3 ടൂർണമെന്റിൽ 8 ടീമുകളായിരുന്നു പങ്കെടുത്തത്. 2 വാരാന്ത്യങ്ങളിലായി നടന്ന ടൂർണമെന്റിന്റെ ഫൈനൽ മത്സരം മുൻ ഒമാൻ നാഷണൽ ടീം അംഗം അബ്ദുള്ള സയ്യിദ് ഖമ്മൂന കിക്ക് ഓഫ് ചെയ്തു. ചൂട് കനത്തതോടെ ഒമാനിലെ ചെറുതും വലുതുമായ എല്ലാ കളിക്കളങ്ങളിലും ആളൊഴിഞ്ഞു. സ്റ്റേഡിയങ്ങൾക്കും ടർഫുകൾക്കും പുറമെ ചെറിയ കളിക്കളങ്ങളിലും ഇനി കളിക്കാർ എത്താതെയാവും. കെട്ടിടങ്ങളുടെ പാർക്കിങ്ങുകളും ഒഴിഞ്ഞ സ്ഥലങ്ങളും എന്തിനേറെ വാദികൾ പോലും വിവിധ ദേശക്കാരും ഭാഷക്കാരുമായ കായിക പ്രേമികൾ കൈയടക്കി വെച്ചിരിക്കുകയായിരുന്നു. അന്താരാഷ്ട്ര കളികളായ ഫുട്ബോളിനും ക്രിക്കറ്റിനും വോളിബോളിനും പുറമെ ചില രാജ്യങ്ങളുടെ പ്രാദേശിക കളികളും ഇവിടങ്ങളിൽ അരങ്ങേറിയിരുന്നു. സാധാരണ വൈകുന്നേരങ്ങളിലാണ് ഇത്തരം കളിക്കളങ്ങൾ സജീവമാകുന്നത്. വാരാന്ത്യങ്ങളിലും മറ്റും പ്രഭാതവേളകളിലും ഇത്തരം കളിക്കളങ്ങൾ സജീവമാകാറുണ്ട്. ഇത്തരം കളികളിൽ പ്രധാനം ക്രിക്കറ്റും ഫുട്ബോളും തന്നെ. ക്രിക്കറ്റിന് സ്വീകാര്യതയുണ്ടെങ്കിലും ഇപ്പോൾ മലയാളികൾക്കിടയിൽ ഫുട്ബോളിന് സ്വീകാര്യത വർദ്ധിക്കുകയാണ്. മലയാളികൾക്കിടയിൽ 20-ലധികം ഫുട്ബോൾ ക്ലബ്ബുകൾ നിലവിലുണ്ട്. ചില കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കും സ്വന്തമായി ടീമുകളുണ്ട്. ഇവയെ ഏകീകരിക്കുന്ന ബോഡിയും നിലവിലുണ്ട്. കൂടാതെ വാദികളിലും പാർക്കിങ്ങുകളിലും ഒഴിഞ്ഞ സ്ഥലങ്ങളിലും കളിക്കുന്ന ടീമുകൾ വേറെയും. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.